നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ വീഡിയോ മകരം രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഈ വീഡിയോ വളരെ സവിശേഷത നിറഞ്ഞതാണ്. കാരണം നിങ്ങളുടെ രാശിയുടെ നാഥനായ ശനി വക്രഗതിയിലായിരിക്കുകയാണ്. ജൂലൈ 27 മുതൽ ഡിസംബർ 11 വരെ ഏകദേശം 138 ദിവസമാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത്. മകരം രാശിക്കാർക്ക് ശനിയുടെ വക്രഗതി എന്ത് ഫലങ്ങളാണ് നൽകാൻ പോകുന്നത് എന്ന് നോക്കാം. ശനി വക്രഗതിയിലായാൽ എല്ലാം നെഗറ്റീവാകുമെന്നും ദോഷങ്ങൾ വരുമെന്നും പലരും പേടിപ്പിക്കാറുണ്ട്. എന്നാൽ ശനി വക്രഗതിയിലാകുന്നത് ഒരു പുതിയ കാര്യമല്ല. എല്ലാ വർഷവും ശനി വക്രഗതിയിലാകാറുണ്ട്. അതും ഇതേ സമയത്ത് തന്നെ 135 മുതൽ 145 വരെയുള്ള ദിവസങ്ങളിലാണ് ഇത് സംഭവിക്കാറുള്ളത്. എന്നാൽ ഓരോ തവണയും വ്യത്യസ്ത രാശികളിലായാണ് ഇത് സംഭവിക്കുന്നത് എന്ന് മാത്രം. 2025 മീനം രാശിയിലായിരുന്നുവെങ്കിൽ ഇപ്പോൾ ബുധന്റെ നക്ഷത്രത്തിലാണ് വക്രഗതി സംഭവിക്കുന്നത്. നിങ്ങളുടെ 3-ാം ഭാവത്തിലാണ് ശനി വക്രഗതിയിലാകുന്നത്. ഇതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. ഒരു ഗ്രഹം വക്രഗതിയിലാകുമ്പോൾ ആ ഗ്രഹം നിൽക്കുന്ന ഭാവവുമായി ബന്ധപ്പെട്ട് മുൻപ് ചെയ്യാൻ ബാക്കി വെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാൻ അത് നമ്മളെ സഹായിക്കും. അത് നെഗറ്റീവ് ആണെങ്കിൽ കൂടുതൽ നെഗറ്റീവായും പോസിറ്റീവ് ആണെങ്കിൽ കൂടുതൽ ശക്തമായ പോസിറ്റീവ് ഫലങ്ങളും നൽകും. നിങ്ങളുടെ 3-ാം ഭാവത്തിലാണ് ശനി വക്രഗതിയിലാകുന്നത്. 3-ാം ഭാവം എന്നത് നമ്മുടെ കരുത്ത്, ധൈര്യം, ആശയവിനിമയം, പബ്ലിക് ഡീലിംഗ്, ചെറിയ യാത്രകൾ, സഹോദരങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ രാശിനാഥൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആകും. നിങ്ങളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഓൺലൈൻ ജോലികൾ ചെയ്യുന്നവർക്കും ആശയവിനിമയം, മാനുഫാക്ചറിംഗ്, ഇരുമ്പ് വ്യവസായം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മകരം രാശിക്കാർക്കും ഈ സമയം മികച്ചതായിരിക്കും. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ശനിയുടെ വക്രഗതി അനുകൂല ഫലങ്ങൾ നൽകും. നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി പതിക്കുന്നതിനാൽ വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഭക്ഷണ രീതികളിൽ നന്നായി ശ്രദ്ധിക്കണം. ഇൻഫെക്ഷൻ, അലർജി, ഞരമ്പ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. തോളുകൾക്ക്, പ്രത്യേകിച്ച് വലത് തോളിന് വേദന വരാൻ സാധ്യതയുണ്ട്. ഇതൊരു വലിയ പ്രശ്നമല്ലെങ്കിലും ചെറിയ തോതിൽ ബുദ്ധിമുട്ടിച്ചേക്കാം. അച്ഛനുമായി തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കണം. മുൻപ് പ്രണയപരാജയം സംഭവിക്കുകയോ പരസ്പരം സംസാരിക്കാതിരിക്കുകയോ ചെയ്യുന്നവർക്ക് പഴയതൊക്കെ മറന്ന് വീണ്ടും ഒരുമിക്കുവാൻ ഈ സമയം അനുകൂലമാണ്. നിലവിൽ പ്രണയത്തിലുള്ളവർക്ക് ചെറിയ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മകരം രാശിക്കാരുടെ സ്വഭാവത്തിൽ സ്വാഭാവികമായുമുള്ള വാശി ഈ സമയത്ത് അല്പം കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. ശനിയുടെ 10-ാം ദൃഷ്ടി നിങ്ങളുടെ 12-ാം ഭാവത്തിലേക്കാണ് പതിക്കുന്നത്. വക്രശനിയുടെ ഈ ദൃഷ്ടി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ജോലി നോക്കുന്നവർക്കും PR ലഭിക്കാൻ കാത്തിരിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട് മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ ഈ സമയത്ത് നടന്നു കിട്ടും. ശനി നിങ്ങളുടെ രാശിനാഥനായതിനാൽ ശനീശ്വര സ്തോത്രം ദിവസവും 108 തവണ ജപിക്കുക. ദിവസവും ഹനുമാനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുന്നത് നല്ല ഫലങ്ങൾ നൽകും. മകരം രാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.